എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ്. ഈ യുദ്ധത്തെ അല്ലാതെ നമുക്കൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് നമുക്കെന്താണ് നഷ്ടം, ഇന്ത്യ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പം ചോദിച്ചെന്ന് വരാം. പക്ഷേ ഈ യുദ്ധം നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ താളത്തെ ആകെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഒരു യുദ്ധം വരുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ പല സാധനങ്ങളും നമുക്ക് അത്യാവശ്യമുള്ള പല കാര്യങ്ങളും ആ രാജ്യത്തേക്ക് അയക്കാനോ അല്ലെങ്കിൽ ആ രാജ്യത്തു നിന്നും അല്ലെങ്കിൽ രാജ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന യുദ്ധത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വാങ്ങാനോ കഴിയില്ല. അത് ഏതൊക്കെ വഴിയിലൂടെയാണ് കടന്നു വരേണ്ടത്, അവരൊക്കെ അത് തടയും, അത് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ആ ഒരു ഘട്ടത്തിൽ എല്ലാത്തിനും വില കൂടും. വില കൂടി മെല്ലെ മെല്ലെ അത് ഒരു ക്ഷാമം എന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇപ്പം നമ്മൾ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇന്ധനം തന്നെയാണ്. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിനൊക്കെ നമുക്ക് വാണിംഗ് കിട്ടിക്കഴിഞ്ഞു. അത്ര പെട്ടെന്ന് കിട്ടില്ല, നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, വളരെ ഇപ്പം കമേഴ്ഷ്യൽ സൈഡൊക്കെ നിന്ന് കഴിഞ്ഞു തന്നെ പറയാം. വളരെ സ്വതന്ത്രമായിട്ട് വളരെ നല്ല ഒഴുകിക്കൊണ്ടിരുന്ന ആ ഒരു വിപണന രീതിയൊക്കെ അവിടെ നിന്നു. ഹോട്ടലുകൾക്ക് പ്രശ്നമായി, വലിയ വലിയ ഫാക്ടറികൾക്ക് പ്രശ്നമായി. ഇവിടെ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് വരെ പ്രശ്നമായി. അതിൻ്റെയൊക്കെ ലിമിറ്റ് കഴിഞ്ഞു. ഒരു സമയപരിധി ഗവൺമെൻറ് തരാൻ പോവാണ് നിർബന്ധമായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ബുക്കിംഗ് ഓട്ടോമാറ്റിക് ആണല്ലോ, ഇപ്പോൾ ഓൺലൈനിലാണ്. അത് നടക്കില്ല. കാരണം ഈ ഒരു ഗ്യാസിൻ്റെയൊക്കെ അല്ലെങ്കിൽ പാചകവാതകത്തിൻ്റെയൊക്കെ ക്ഷാമം തന്നെയാണ്. അതുപോലെ ഇനിയിപ്പോൾ പെട്രോൾ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതൊക്കെ നമ്മളെ ഒരുപാട് ബാധിക്കും. വില കൂടുന്നു എന്നുള്ളതൊരു വശം, വേറെ വശത്ത് അതിൻ്റെ ലഭ്യത, അതും ഒരു വലിയ വിഷയമല്ലേ. അത് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമുക്കിപ്പോഴും അറിയില്ല. കാരണം അതിന് പകരമായിട്ട് നമുക്ക് എവിടുന്ന് കൊണ്ടുവരും. ഇപ്പോൾ ഇറാൻ 2 കപ്പൽ നമ്മളിത് വരാൻ അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ അത്ര രൂക്ഷമല്ലാതെ നിൽക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാചകവാതക പ്രശ്നം. പിന്നെ വില കൂടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും വരാത്തനുസരിച്ച് ലഭ്യത കുറയുമ്പോൾ തീർച്ചയായിട്ടും തികച്ചും യാന്ത്രികമായിട്ട് തന്നെ അതിൻ്റെ വില കൂടും. അത് ഭയങ്കര ഡിമാൻഡായി മാറും. ഇപ്പോൾ പൊതുവെ പട്ടിണിയും പരിവട്ടമൊക്കെയായി നിൽക്കുന്ന, അതിൽ തന്നെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ജനത വീണ്ടും അതിലും ഭീകരമായ പല അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ കാരണങ്ങളിലേക്ക് പോയാൽ നമുക്ക് ലജ്ജ തോന്നും. മനുഷ്യൻ പണ്ടൊക്കെ യുദ്ധം ചെയ്തിരുന്നത് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ മാനം രക്ഷിക്കാനായിരുന്നു, ഒരു സ്ത്രീയുടെ മാനം രക്ഷിക്കാനായിരുന്നു. പക്ഷെ ഇപ്പോൾ യുദ്ധങ്ങൾ പലതും നടക്കുന്നത് സ്വാർത്ഥ താല്പര്യവും അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഒക്കെ രക്ഷിക്കാൻ, നമ്മുടെ മിഥ്യാഭിമാനം, ദുരഭിമാനം, അഹങ്കാരം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ അതിന് എതിരായിട്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അടികൂടുമ്പം അവിടെ മാത്രമേ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്
പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇടനിലക്കാരാവാൻ ആരും തയ്യാറല്ല. കാരണം ഐക്യരാഷ്ട്ര സഭയാണ് ഇതിൻ്റെയൊക്കെ മേലധികാരം വഹിക്കുന്ന, അതിൻ്റെ ചുമതലയുള്ള ഒരേ ഒരു ഏജൻസി. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും അത് പറയാനുള്ള അധികാരമില്ലാത്ത വണ്ണം പലരും ആ അധികാരം വീറ്റോ പവർ ഉപയോഗിച്ച് തുടങ്ങി. അതുപോലെ അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കയ്ക്ക് മുകളിൽ ആരും ഒരു ശക്തി വരാൻ പാടില്ല. അതുപോലെ അമേരിക്കയ്ക്കെതിരായ ആളുകൾക്ക് എന്നും നാശമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ് അമേരിക്ക. അതേസമയത്ത് റഷ്യയുടെ ഭാഗത്ത് പോയാൽ റഷ്യയും ഒരുവിധം ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയോട് ഏറ്റുമുട്ടിയേനെ. അമേരിക്കയും റഷ്യയും ജപ്പാനും ഒക്കെ പല ഘട്ടങ്ങളിലും പല രംഗങ്ങളിലും വളരെ മുമ്പിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. അവരോട് കിടപിടിച്ചിട്ട് നിൽക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയോട് അവരധികം കളിക്കാത്തത് ഇന്ത്യക്ക് അത്രയും പവറുണ്ടെന്നും ഇന്ത്യ എന്താണെന്നും അവർക്ക് അറിയുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ രാജ്യരക്ഷാ സംവിധാനങ്ങളിൽ നമുക്ക് കുറവുണ്ടായെങ്കിൽ, അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പൊക്കെ കുറച്ച് വീക്കായിരുന്നെങ്കിൽ തീർച്ചയായും ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ ആക്രമിക്കുമായിരുന്നു. പക്ഷെ ഇന്ത്യയുടെ ശക്തി, ആയുധബലം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആയുധങ്ങളുടെ ഗുണമേന്മ ലോകത്തിന് മുഴുവൻ അറിയുന്നതുകൊണ്ടാണ് അവരൊക്കെ ശാന്തരായിരിക്കുന്നത്. നമ്മളെപ്പോഴും ഒരാളോട് അടികൂടുന്നതിന് മുമ്പ് ചിന്തിക്കും അയാളുടെ ശാരീരിക അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള കഴിവിനെക്കുറിച്ച്. ആ വ്യക്തി വീക്കാണ് എന്നറിയുമ്പോഴാണ്, അല്ലെങ്കിൽ ദുർബലനാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ചാടി വീഴുക. നമ്മുടെ കൊക്കിലൊതുങ്ങാത്ത വലിയൊരു സംഭവമാണ് ആ വ്യക്തിയെങ്കിൽ നമ്മൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കും. അതാണിപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള സൗഹൃദം സ്ഥാപിച്ചാലും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഭീകരം തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ ജീവിതം ഒരുപക്ഷെ നമുക്ക് പഴയ വിറകടുപ്പുകളിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. പുകയില്ലാത്ത അടുപ്പുകളൊക്കെ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തെ മുതലെടുക്കാനും തൻ്റെ കച്ചവടം ബലപ്പെടുത്താനുമായിട്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്കതൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ആയാലും വാതകമായാലും ഒക്കെ, നമ്മൾ പെട്രോളായാലും ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്കുണ്ട്. അതിലൊന്നും എടുത്തു പറയേണ്ടതാണ് കേരളീയർക്ക്. നമ്മൾ ആഡംബരം നമുക്ക് കൂടുതലാണ്. ജീവിച്ചാൽ പോരാ, ആഡംബരത്തോടെ ജീവിക്കണം. അത് നമുക്ക് അയൽപക്കക്കാരെയും നമ്മളറിയുന്നവരൊക്കെ കാണിക്കുകയും വേണം. ഷോ കൂടുതലാണ്. ആ ഘട്ടത്തിൽ ഈ പെട്രോളിൻ്റെ ദൗർലഭ്യം നമ്മളെ ഒരുപാട് ബാധിക്കുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഇനി ഇന്ധനം നമ്മുടെ കയ്യിൽ നിന്ന് സൂക്ഷിച്ച് ചിലവാക്കുക. ഇതൊരു മുന്നറിയിപ്പാണ്, എന്നും സംഭവിക്കാവുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് വീടുകളിൽ സോലാർ പാനലുകൾ ഘടിപ്പിച്ചിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ഊർജം ഏറ്റെടുത്ത് അങ്ങനെ എനർജി ഉണ്ടാക്കിയിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റിയെ മാത്രം നമ്മൾ ഇത്രയും ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വീടുകളിൽ ഈ പാചക ഗ്യാസിൻ്റെ അത്തരം അടുപ്പുകളൊക്കെ മാറ്റിയിട്ട് സോലാർ സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റും. സോലാർ എനർജി
ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ അത് കൊണ്ട് നമുക്ക് ഇലക്ട്രിക് സ്റ്റൗകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നമ്മുടെ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. വാഹനങ്ങളാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങുക. ഗ്യാസോ അല്ലെങ്കിൽ പെട്രോളോ ഉപയോഗിച്ചുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ട സമയമായി. കാരണം ഇന്നത്തെ അവസ്ഥ ഇത് നമുക്കൊരു വാണിംഗ് തന്നിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കൊറോണ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അരുതുകളും അരുതായ്മകളും അല്ലേ, ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു കാലം ആ രീതിയിലൊക്കെ മുന്നോട്ട് പോയി. പിന്നെ പെട്ടെന്ന് നമ്മൾ മാറി, വീണ്ടും തനി മലയാളിയായി മാറി. ആഡംബരവും അതുപോലെ ഈ അന്ന് നമ്മളൊക്കെ പട്ടിണി കിടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിത രീതിയൊക്കെ വളരെ മോശമായ രീതിയിലേക്ക് പോയി. ഇപ്പോൾ പെട്ടെന്ന് അതൊക്കെ നമ്മൾ മറന്നു. അങ്ങനെ സംഭവം ഇനി പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ആഡംബരത്തിലേക്ക് പോയി നമ്മൾ ഒരുപാട് ഭക്ഷണമൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി, വേസ്റ്റാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിനി അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ വരണം, ചിന്തിക്കണം, വേസ്റ്റേജ് കുറയ്ക്കണം. അപ്പോൾ ഇതിന് ഒരു സോലാർ സിസ്റ്റത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ ഒരുപാട് ഗ്യാസും ഇതൊക്കെ പാചക ഗ്യാസ് പെട്രോളൊക്കെ ലാഭിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ.